ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചെറുപരിപ്പ് കൊണ്ടൊരു ഹൽവയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ 100 ഗ്രാം ചെറുപരിപ്പാണ് എടുത്തിട്ടുള്ളത്. പരിപ്പെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 1-2 മണിക്കൂർ കുതിരാൻ വയ്ക്കാം. ഇനി നമുക്ക് ഹൽവയ്ക്ക് ആവശ്യമുള്ളത് നെയ്യാണ്. നെയ്യ് ഇപ്പോൾ 50 ഗ്രാം എടുത്തിട്ടുണ്ട്. 100 ഗ്രാം പരിപ്പിന് 100 ഗ്രാം പഞ്ചസാരയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പാലും അതേ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർത്ത പരിപ്പ് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്ത് പാൽ ഒഴിച്ച് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. തരിയൊന്നുമില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു പാനിൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതേ അളവ്, നമ്മൾ ഏത് കപ്പിലാണ് പഞ്ചസാര എടുത്തത് അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവയൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര പാനിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹൽവ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാർ ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. പഞ്ചസാര വെള്ളമെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ്. പരിപ്പും പാലും കൂടി അരച്ചതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് കലക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെറുതീയിലിട്ട് വേണം ഹൽവ റെഡി ചെയ്യാൻ. കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈവിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിക്ക് പിടിക്കുന്നതാണ്. അതുകൊണ്ട് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യിൽ പകുതി ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ച ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ബാക്കി നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൽ നിന്ന് അരികു വിട്ട് വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറച്ച് കാഷ്യൂനട്ടും ഡ്രൈ ഗ്രേപ്സും വറുത്തത് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരുന്നതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ടിന്നിലോട്ട് മാറ്റി തണുക്കാൻ വയ്ക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഞാനിപ്പോൾ ഇതിൽ ഏലക്ക ചേർത്തിട്ടില്ല. ഏലക്ക ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.